ദാ വരുന്നു. മാസങ്ങളായി വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യായിരുന്നെന്ന് അറിയില്ല. കണ്ടുപിടുത്തം പറഞ്ഞ ഒറ്റ പോക്ക. അമ്മേ, എന്തു കോലാടത്? ആശ്രമത്തിന് ചാടി വന്ന സോമയെ പോലെ ഉണ്ടല്ലോ. അച്ഛാ, നിങ്ങൾക്കൊരു ഷോക്കിംഗ് സർപ്രൈസ് ഉണ്ട്. എന്താടാ? എന്താടാ ഇത്? ക്ലോണിംഗ് വല്ലതും ചെയ്തോ? അല്ല അച്ഛാ. എടാ, എന്താന്ന് വെച്ചാ ഒന്ന് പറയേ. മോനെ, ആരാ നീ? I am Robo. Speed 1 terahertz, memory 1 zettabyte. നിന്നെക്കാളും വലിയ സംഭവമാണല്ലോ. അച്ഛാ, ഇത് ഞാൻ നിർമ്മിച്ച റോബോയാ. റോബോയിൽ പല ടൈപ്സ് ഉണ്ട്. ഇത് ആൻഡ്രോ ഹ്യൂമനൈഡ് റോബോ, മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന മിഷൻ. ഇതാണ് എന്റെ അമ്മ. അതെ, അമ്മ തന്നെ. അമ്മയുടെ അടുത്ത് ആശീർവാദം വാങ്ങ്. മനുഷ്യനെ പോലെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. മനുഷ്യരെ പോലെ എല്ലാ ജോലിയും ചെയ്യും, മനുഷ്യരെ കൊണ്ട് കഴിയാത്തതും ചെയ്യും. അപ്പൊ ഈ തടിയന്മാർക്ക് ഇനി പണിയൊന്നും അല്ല, ഇവർ വേണം. കാരണം ഇവരില്ലെങ്കിൽ റോബോ ആരാ വൃത്തിയാക്കുക, ഷഡ് സാക്ഷൊക്കെ ആരാ മാറ്റും? ഒരു MSc കമ്പ്യൂട്ടർ സയൻസുകാരനെ സ്കൂളിലെ ആയാക്കിട്ട് പോവാണോ? വസീകര, പെട്ടെന്ന് വാ, കഴിക്കാം. റോബോ, നീ ഇരിക്ക്. നല്ല ചൂട് ഇഡലി ഉണ്ട്, നീയും കഴിക്കും. ഈ പോക്ക് പോയ അപ്പോ മുട്ടക്കറിയൊക്കെ കൊടുക്കുന്നാണല്ലോ തോന്നുന്നേ. അമ്മേ, അതിനുള്ള ആഹാരം ദിവസം 2 യൂണിറ്റ് കറണ്ട് മാത്രമാ. എന്താടാ അതും ഇതൊക്കെ പറയുന്ന? ഇവനെ വിളിക്കാൻ പേരൊന്നുമില്ലേ? അമ്മ തന്നെ ഒരു നല്ല പേര് വെക്ക്. നിനക്ക് അനിയൻ ജനിച്ചിരുന്നെങ്കിൽ ചിട്ടി ബാബു എന്ന് വിളിക്കാനാ വിചാരിച്ചേ. അത് കൊള്ളാലോ. നമുക്കിവനെ ചിറ്റിന്ന് വിളിക്കാം. ചിറ്റി, ചിറ്റി, നീ പോയി ആ TV ഒന്നിട്ടെ. അമ്മയെ അവന്റെ അടുത്ത് ഇടാൻ പറഞ്ഞാൽ അവൻ ഇങ്ങനെ ചെയ്യുള്ളൂ. TV ഓൺ ചെയ്യുന്ന അവന്റെ അടുത്ത് തെളിച്ച് പറയണം. എടാ, വന്ന ഉടനെ തന്നെ എങ്ങോട്ടാ നീ പോകുന്നേ? അല്ലമ്മേ, ആദ്യം പോയി മുടിയൊക്കെ വെട്ടിട്ട് സനയെ ഒന്ന് കാണണം. അവള് ദേഷ്യത്തിലാ. അല്ല, വണ്ടി ആരാ ഓടിക്കാൻ പോന്നേ? ചിട്ടിയോ? അയ്യോ ഡോക്ടറെ, റിസ്ക് ആണ്, വേണ്ട. എന്താ നീ വരുന്നില്ല? ഇല്ല ഡോക്ടറെ, വയറിനകത്ത് ചെറിയൊരു പ്രശ്നം. ഡോക്ടർ പോയിട്ട് വന്നേക്കാൻ. നീയോ? ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടല്ല വന്നത്. നിങ്ങൾ പോയിക്കോ. ചേഞ്ച് ടു ഡ്രൈവിംഗ് മോഡ്. സൂക്ഷിക്കണം ഡോക്ടറെ. ഗീറിടാൻ പറഞ്ഞ അവൻ ചിലപ്പോൾ എടുത്ത് വെളിയിൽ കളയുന്നു. അതെ, ഞാനിവിടെ ഉണ്ടല്ലോ. അതെ, ഡോക്ടർ ഉള്ളപ്പോ തന്നെയാണല്ലോ TV എടുത്ത് തറയിലിട്ട് പൊട്ടിച്ചത്. സ്ലോ. ഇതാ നോക്ക്, ജസ്റ്റ് ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ. ഞാൻ പറയാതെ ഒന്നും ഇടരുത്. ശരി ഡോക്ടർ, എവിടെ പോണം? ദ പാർക്ക്. ഇടിയ, എന്തുകൊണ്ടാ ബ്രേക്ക് ഇടാത്ത? അങ്ങനെയല്ല അങ്ങയോട് ചോദിക്കാതെ ഒന്നും ഇടാൻ പാടില്ലെന്ന് പറഞ്ഞത്. വെള്ളം അടിച്ചോണ്ട് വണ്ടി എടുക്കണ? അല്ല, പെട്രോൾ ഒഴിച്ചാ വണ്ടി ഓടിക്കുന്നത്. മറുപടി പറഞ്ഞോണ്ടിരിക്കല്ലേ, വണ്ടി എടുക്ക. നീളം ഒരുപാട് അങ്ങ് കുറയ്ക്കല്ലേ. ഒരു 4 ഇഞ്ച് വേണം. സാറിന് നഖം വെട്ടുന്നത് പോലെ ഞാൻ വെട്ടിത്തരാം സാർ. എന്താ സാർ, കണ്ടിട്ട് ഒരുപാടായല്ലോ. മലയ്ക്ക് പോയിട്ട് വരുവാണോ? ജോലിയാടെ. സാറിന്റെ ബ്രദറാണോ? ഏകദേശം അങ്ങനെ തന്നെയാ. സാറിന് കട്ടിങ് ആവശ്യമില്ല. ഇത് വിഗോ? സാറിന് പ്രായം എത്രയായി? ഒരു ദിവസം. സാറ് രാവിലെ നമുക്കിട്ട് കത്തി വെക്കുവാണോ? ദാ ഈ ബുക്സ് വായിക്കേ. എത്ര പേജ് ഉണ്ടോ നിന്ന് വേണം? വേറെ എന്തെങ്കിലും ബുക്സ് ഉണ്ടോ? അതിനിടയ്ക്ക് ഇതെല്ലാം വായിച്ചു തീർത്തോ? എല്ലാം വായിച്ചു. ഇനി വായിക്കണമെങ്കിലേ ടെലിഫോൺ ഡയറക്ടറേ ഉള്ളൂ. നെക്സ്റ്റ്. ഇതും വായിച്ചോ? യെസ്. എല്ലാ നമ്പരും അറിയൂ? അറിയാം. കമലഹാസന്റെ നമ്പരോ? 24334140. അതെല്ലാവർക്കും അറിയാം. എന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ പേര്? ഭജൻലാൽ. പന്ത്രണ്ട് ഭജൻലാൽ ഉണ്ട്. ഇൻഷ്യൽ പറയൂ. K ഭജൻലാൽ. 3 K ഭജൻലാൽ ഉണ്ട്. അഡ്രസ് പറയൂ. നമ്പർ 6 മണ്ണാറെഡ്ഡി സ്ട്രീറ്റ്, സൗകാർപേട്ട്. 24884030. കറക്റ്റ്. ബ്രില്യന്റ്. എന്റെ നമ്പർ 44333321. എന്റെ പേര് പറയാൻ പറ്റുമോ? ഹലോ മിസ്റ്റർ പാറശാല തങ്കപ്പൻ. വാട്ട് ഈസ് ദിസ്? ഞാവൽപ്പഴം. ഞാവൽപ്പഴം? ആരാ ഇതിന്റെ ഡ്രൈവർ? ഏത് ഡ്രൈവർ? ഡ്രൈവർമാർ ഒരുപാടുണ്ട്. എഞ്ചിൻ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, സ്ക്രൂ ഡ്രൈവർ. ഈ കാറിന്റെ ഡ്രൈവർ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ തന്നെയാ. എന്താണോ നോ പാർക്കിംഗിൽ വണ്ടി നിർത്തിയിരിക്കുന്നത്? അവിടെ നോ പാർക്കിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ വസീകരന്റെ കാർ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടില്ല. എന്താണോ താനത്തെ കളിക്കാണ്? മറുപടി പറഞ്ഞോണ്ടിരിക്കുക. ഓഹോ, തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല.
ലൈസൻസ് ഇല്ലാതെ പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കണേ? ഡ്രൈവിംഗ് വോല്യൂം പ്രോഗ്രാം ചെയ്തിരിക്കുക. ഈ കഥയൊന്നും വേണ്ട, നടക്ക് സ്റ്റേഷനിലേക്ക്. ഏത് സ്റ്റേഷനിലേക്ക്? റേഡിയോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, പ്ലേ സ്റ്റേഷൻ, സ്പേസ് സ്റ്റേഷൻ. താനെന്താ കളിയാക്കെ? തന്റെ പേരെന്താ? ചിറ്റേ. അഡ്രസ് പറയണോ? IP അഡ്രസ്സേ ഉള്ളൂ. 108.11.0.1. എന്താണോ എന്ത് ചോദിച്ചാലും തർക്കുത്തരാണല്ലോ പറയുന്നത്. തന്റെ അച്ഛന്റെ പേരെന്താ? എനിക്ക് അച്ഛനില്ല, അമ്മയോ? അമ്മയില്ല. അനാഥന? അനാഥനല്ല. പിന്നെ എങ്ങനെയാണോ താൻ ഉണ്ടായത്? ഞാൻ ജനിച്ചതല്ല, ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയതാണെന്നാ? തനിക്കെന്താ ലൂസാ? അല്ലല്ലോ, ആ? എല്ലാം ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇളക്ക? അല്ല, നിക്കൽ. ബോൾട്ടൊക്കെ നിക്കലിൽ പണിഞ്ഞതാ. അയ്യോ, താനത് നിർത്ത്. ഏതാ നിർത്തേണ്ടത്? തെളിച്ച് പറയണം. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? പാർക്കിംഗ് ഒഫൻസാ. തനിക്ക് ലൈസൻസും ഇല്ല, സംസാരവും കൂടുതലാ. കോടതി പോയാൽ 1000 രൂപയെങ്കിലും ഫൈൻ അടക്കേണ്ടി വരും. കോടതിയിലേക്ക് പോകുന്നു അതോ ഇവിടെ തന്നെ കാണുന്നു? ഇവിടെ തന്നെ നോക്കാം. മര്യാദ കൊട്ടൻ. എന്നാ ആയിക്കോട്ടെ. നോക്കിക്കഴിഞ്ഞു. ആ, ആളക്കളിയാക്കെ ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല. ഒന്ന് വെട്ടറോ? എവിടെയാ വെട്ടേണ്ട? ആ, എൻ്റെ ഈ കയ്യിൽ. വേഗം വെട്ട്, വെട്ടണോ വേഗം. ആ, ആ, അയ്യോ ഇവരൊന്ന് വെട്ടി വെട്ടി. അയ്യോ വെട്ടി. ചിറ്റി, പോലീസ് പോലീസ്. എന്നോട് വെട്ടാൻ പറഞ്ഞു, ഞാൻ വെട്ടി. Oh my God, he is bleeding. ആരേത്? നിങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലോ. നീ വണ്ടി കയറി, ഞാൻ പറയാം. ദാ, വണ്ടി എടുക്ക്. പോലീസ് പോലീസ് പോലീസ്. നിങ്ങളുടെ ബ്രദറാണോ? ട്വിൻസ് ആണോ? അല്ല, ഡാ, പിടിച്ച വലിയ പ്രശ്നമാവും. വണ്ടി ഒന്ന് വേഗം ഓട്ടിക്കണം. പിന്നെ ഫ്രണ്ടാ? അല്ല, ഡ്രൈവറാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ ഒന്ന് മതിയാക്ക, എല്ലാം ഞാൻ പിന്നെ പറയാം. ഡാ, അവർ പുറകെ വരുന്നുണ്ടോന്ന് ഒന്ന് നോക്കി ഓട്ടിക്ക. ഇങ്ങോട്ടേക്ക് തിരിയടാ. എന്തു പറഞ്ഞാലും എന്തിനാണ് ഇങ്ങനെ തല തിരിക്കുന്നത്? നിങ്ങളല്ലേ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞത്? അതിന് കണ്ണാടി വഴി നോക്കിയാ പോരെ. അത് മുമ്പേ പറയണമായിരുന്നു. അത് നിന്നെ ഓടിക്ക.